Draw an incircle of the PQR with sides PQ equal to 8 cm, QR equal to 7 cm and PR equal to 6 cm. Measure its radius. അപ്പോൾ എന്താ പറയുന്ന ഒരു ഇൻസർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ PQ സമം 8 cm, QR സമം 7 cm, PR സമം 6 cm ആയ ത്രികോണം PQR വരയ്ക്കുക. ത്രികോണത്തിന് അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്ത ആരം അളന്നെഴുതുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ത്രികോണം ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. തന്നിരിക്കുന്ന അളവിൽ PQRൻ്റെ അളവിൽ ത്രികോണം വരയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, PQ എടുക്കുന്നു. PQ എത്രയാണ്? 8 cm ആണ്, 8 cm ആണ്. അപ്പോൾ സ്കെയിലെടുത്ത് 8 cm വരച്ചു. അപ്പോൾ PQ എന്ന് പറയുന്നത് 8 cm കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് PR 6 cm ആണ്. അപ്പോൾ കോമ്പസിൽ എന്ത് ചെയ്യുന്നു, 6 cm എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. 6 cm എടുത്ത് എന്ത് ചെയ്യുന്നു, P വെച്ച് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, QR എന്ന് പറയുന്നത് 7 cm ആണ്. അപ്പോൾ QR 7 എടുത്തു. 7 കോമ്പസിലെടുത്ത് Qയിൽ വെച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്തു, 6 cm എടുത്ത് ആർക്ക് വരച്ചു. ഇനി രണ്ടും ജോയിൻ ചെയ്യുന്നിടത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ട്രയാങ്കിൾ PQR കിട്ടി. PQR 8 cm, 6 cm, 7 cm. ഇനി ഇതിനെ ഇൻസർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് അന്തർവൃത്തം വരയ്ക്കാനാണ് പറയുന്നത്. അന്തർവൃത്തം വരയ്ക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കോണിന്, അതായത് 2 ആംഗിൾസിന് ബൈസെക്ടർ വരയ്ക്കുന്നു. ബൈസെക്ടർ വരച്ചിട്ട് അത് ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈസെക്ടർ വരയ്ക്കുന്നതിന് എന്ത് ചെയ്യുന്നു, ഈ ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കുന്നു. അപ്പോൾ ഈ ആംഗിളിൽ എന്ത് ചെയ്യുന്നു, കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ചാവ് വരച്ചു, ഒരു ആർക്ക് വരച്ചു. ഈ ആർക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെയും ഇവിടെയും ഈ ലൈൻ 2 ലൈനിലെയും കട്ട് ചെയ്യുന്നു. ഈ കട്ട് ചെയ്യുന്ന ലൈനിൽ വെച്ച് എന്ത് ചെയ്യുക, ഇതിൽ കോമ്പസിൽ അളവിന് മാറ്റം വരുത്താൻ പ്രശ്നമൊന്നുമില്ല. ഞാനൊന്ന് കുറച്ച് വലുതാക്കി ഇവിടെ വെച്ചു. ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഒരു ആർക്ക് വരച്ചു, ചാവും വരച്ചു. അതേ ലെങ്തിൽ എന്ത് ചെയ്യുന്നു, ഈ കൂട്ടിമുട്ടുന്നത് ഈ ലൈനും ഈ ആർക്കും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. ഇനി ഇതെന്ത് ചെയ്യുന്നു, ഇതിവിടെയായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇതാണ് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഈ ആംഗിളിനെ ചെയ്തതുപോലെ ഈ ആംഗിളിനൂടെ എന്ത് ചെയ്യുന്നു, ബൈസെക്ടർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ചാപ അല്ലെങ്കിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്ക് ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടൊരാർക്ക്, ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടൊരാർക്ക്. ഇനി എന്ത് ചെയ്യുന്നത്, ഇവിടെ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. രണ്ട് ബൈസെക്ടറും ഈ ജോയിൻ ചെയ്യുന്ന, ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ, ഇതൊരു ബൈസെക്ടറാണ്, ഇത് ബൈസെക്ടറാണ്. അപ്പം ഈ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഈ ലെങ്ത് ഒന്നെടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് സർക്കിള് എന്ത് ചെയ്യുക, വരയ്ക്കുക. ഇത് സെൻറ്ററാക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. ഇതാണ് ഇൻസർക്കിള്. ഇനി എന്ത് ചെയ്യുക, ഇതെന്ത് ചെയ്യുക, ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് സർക്കിൾ വരെ ജോയിൻ ചെയ്തിട്ട് ഈ ലെങ്ത് ഒന്ന് എന്ത് ചെയ്യുക, അളന്നെടുക്കുക. 2 cm കിട്ടി. ഇതാണ് അപ്പോൾ അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഇത് അളന്നെഴുതുക. കേന്ദ്രം മുതൽ സർക്കിൾ വരെയുള്ള 2 cm കിട്ടി.